ശരണ്യ 32 വയസ്സ്. സ്വന്തം സ്ഥലം അറിയില്ല. വിവാഹം കഴിച്ചുകൊണ്ടുവന്നത് നേമം പൊന്നുമംഗലത്ത്. ജീവിതം സർക്കാർ ഉദ്യോഗസ്ഥ. ഈ സ്ഥലത്തേക്ക് ശരണ്യ വന്നത്, അതും ടിക്കറ്റ് എടുത്ത്, ഡാം സന്ദർശിക്കാൻ. തിരുവനന്തപുരത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ്. ചുറ്റും മലനിരകളുടെ സമൃദ്ധിയിൽ പ്രകൃതി സൗന്ദര്യം വാരിക്കോരി നൽകിയ നെയ്യാർ ഡാം. ആ ടോപ്പിലേക്ക് ശരണ്യ 4 മണിക്ക് ശേഷം നടന്നു കയറി. വിവാഹം സ്വർഗത്തിൽ എന്നു പറയും പോലെ ശരണ്യയുടെ മരണവും. ശരണ്യ പോയ വഴിയെ നമുക്കൊന്ന് നടന്നാലോ? വാർത്ത പറയുന്ന ചടുലതയും സാമർഥ്യവും ഇല്ലാത്ത എൻ്റെ ചാനലിലെ വീഡിയോകൾ കണ്ണീരിൽ കുതിർന്ന ജീവിതകഥകൾ പറയും. അത് കേൾക്കുന്നവർക്ക് ഇങ്ങനെ ചിന്തിക്കാം, എൻ്റെ ജീവിതം എത്രയോ ഭേദം. ജീവിക്കാൻ ആ ചിന്ത ഒരു ഊർജം തരും. എനിക്ക് തരുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദന അന്വേഷിക്കാത്തവർക്ക് സ്വന്തം വേദന എത്രയോ വലുതായി തോന്നും. അതുകൊണ്ട് മാത്രം എൻ്റെ കൂടെ വരുന്നവർക്ക് ശരണ്യ എന്ന പെൺകുട്ടിയുടെ അവസാന മിടിപ്പും ശ്വാസവും ഈ വീഡിയോയിലൂടെ അടുത്തറിയാം. ലാഗിങ് ഉണ്ടാവും. ഇന്നലെ വരെ ശരണ്യ നമ്മുടെ ആരുമായിരുന്നില്ല. നമുക്കറിയാം, മറ്റാരുടെയോ ഭാര്യ, 2 കൈക്കുഞ്ഞുങ്ങളുടെ അമ്മ, ഒരു ഗൃഹനാഥ, ഒരു ഉദ്യോഗസ്ഥ, RTO ഓഫീസിൽ ജോലി. പക്ഷെ ഇന്ന് ശരണ്യ എൻ്റെയും നിങ്ങളുടെയും സങ്കടമാണ്, വേദനയാണ്. എനിക്കറിയാം, എൻ്റെ പ്രേക്ഷകരിൽ ചിലർക്ക് എൻ്റെ ശൈലി തീരെ ഇഷ്ടമല്ല, മറ്റു ചിലർക്ക് ഇഷ്ടവുമാണ്. പക്ഷെ ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനെ പറയാനേ അറിയൂ. സംഭവം, നെയ്യാർ ഡാം റിസർവോയറിൽ യുവതി ചാടിയതായി സംശയം. മെനഞ്ഞാന്ന് വൈകിട്ട് ഏകദേശം 6 മണിയോടെയാണ് ഈ പേഴ്സും ചെരുപ്പും അതുപോലെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്കൂട്ടറുമൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ച യുവതിയിലേക്കായി പിന്നെ ശ്രദ്ധ. അവർ റിസർവോയറിൻ്റെ മുകളിലേക്ക് പോകുന്നതായി കണ്ടവരുണ്ട്. നെയ്യാർ റിസർവോയറിൻ്റെ കൈവരിക്ക് സമീപത്ത് KL 01CU 8134 നമ്പറിലുള്ള ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അണക്കെട്ടിന് മുകളിൽ നിന്ന് മൊബൈൽ ഫോണും പേഴ്സും, താഴെ ഭാഗത്ത് ഊരിയിട്ട 2 ചെരുപ്പുകളും. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം തിരുവനന്തപുരം നേമം ഭാഗത്തുള്ള 32 വയസ്സ് മാത്രം പ്രായം വരുന്ന ശരണ്യ എന്ന യുവതിയാണ് അണക്കെട്ടിൽ ചാടിയിരിക്കുന്നത് എന്നായിരുന്നു സൂചന. സംഭവത്തെ തുടർന്ന് നെയ്യാർ ഡാം പോലീസും ഫയർഫോഴ്സും നെയ്യാർ ഇറിഗേഷനും ഒക്കെ ചേർന്ന് അന്വേഷണം ആരംഭിച്ചിരുന്നു. റിസർവോയറിൽ ചാടി എന്ന് സംശയിക്കുന്ന യുവതിയുടെ ഭർത്താവ് അപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഭർത്താവിനെ ഞാൻ കണ്ടു. ഞാൻ ചെന്ന് തോളത്ത് തട്ടി. എന്നെ നോക്കി. എനിക്ക് കുറേ കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഞാൻ അയാളോട് ചോദിച്ചു. ശരിക്കും ഞാൻ അയാളോട് ചോദിക്കുന്നത് പോലീസും അവിടെ നിൽക്കുന്ന മറ്റാൾക്കാരുമൊക്കെ കാണുന്നുണ്ടായിരുന്നു. എനിക്കെന്ത് കാര്യം ഈ വിഷയത്തിൽ എന്ന രീതിയിലായിരുന്നു ആ നോട്ടം. നിങ്ങളുടെ വീട് നേമത്ത് പൊന്നുമംഗലത്താണോ? അതെ. നിങ്ങളുടെ ഫോണിലേക്ക് അവസാന നിമിഷവും കോളുകൾ വന്നോ? നിങ്ങൾക്കെന്താ ജോലി? പറയുന്നില്ല. ഓക്കെ. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് ഓരോരുത്തരും പരസ്പരം നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പറയാൻ പലർക്കും പലതുമുണ്ട്. എങ്കിലും അവൾ 2 കുട്ടികളുടെ മുഖം ഓർക്കേണ്ടതായിരുന്നില്ലേ? RTO ഓഫീസിലെ ജോലി മറ്റുള്ളവരുടെയൊക്കെ സ്വപ്നമല്ലേ? ഏത് ജോലിയും RTO ഓഫീസിലെന്നല്ല, PSC ഇരിക്കുന്നവരേക്കാൾ പുറത്തു നിൽക്കുന്നവരുടെ മധുരമുള്ള സ്വപ്നമാണ്. PSCയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി ശ്രമിച്ചവരുടെ ചെറിയൊരു നെഞ്ചരിപ്പും ഓർക്കുമ്പോൾ തളർച്ചയുമാണ് ഓരോ കസേരകളും. അതിലെത്തിപ്പെട്ട ഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും
അതിൻ്റെ വിലയെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ ആവോ? ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പലരും പലരോടും ചോദിച്ചു. അപ്പോൾ അറിഞ്ഞു കേട്ടത് RTO ഓഫീസിലെ ജോലി പ്രഷർ കാരണം ആണ് എന്ന്. ഈ കാണുന്ന വിഷ്വൽ അവസാനം ശരണ്യെ തണുത്ത് മരവിച്ച ഒരു വെളുത്ത ശരീരമായി താഴെ റിസർവോയറിൻ്റെ ഉന്നത മർദ്ദത്തിൽ വീണിട്ട് മുകളിലേക്ക് പൊന്തി വരാതെ സ്ട്രൈറ്റായിട്ട് നിൽക്കുന്ന പോലെ കണ്ട നിലയിൽ കിട്ടിയ അവസ്ഥയിലായിരുന്നു. ആ കുട്ടി മരണപ്പെടാനിടയായ മാനസിക സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളെ ഊഹിച്ചു പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് തീർച്ചയായും ആ കുട്ടിയും ആ കുട്ടിയെ അടുത്തറിയുന്നവരുമായി ബന്ധപ്പെട്ട് മാത്രമേ അതിനെ സംബന്ധിച്ച് അറിയൂ. എന്തായാലും ഞങ്ങൾക്ക് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 4:30-5 മണിയോടെ ആ കുട്ടി ഇവിടെ നെയ്യാർ ഡാമിൽ വരികയും വളരെ പെട്ടെന്ന് 2 വീലർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഇവിടെ വന്ന് ചാടി എന്നുള്ള ഇൻഫർമേഷനാണ് ലഭിച്ചത്. ആ സമയം മുതൽ ഇവിടുത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും പഞ്ചായത്തും അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ AE ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരും ആ കുട്ടിയുടെ ഏതെങ്കിലും തരത്തിൽ ജീവനുണ്ടോ മറ്റെങ്ങോട്ടെങ്കിലും പോയോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. ആ തെരച്ചിൽ വ്യാപകമായി നടത്തി. ഏറ്റവും ആഴം കൂടിയ ഭാഗത്തേക്കാണ് ആ കുട്ടി ചാടിയതെന്നുള്ള ഒരു ഇൻഫർമേഷനിൽ അവിടെയാണ് ചെരുപ്പും അതുപോലെ പാൻ കാർഡും മൊബൈൽ ഫോണും എല്ലാം ഇരുന്നത്. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തിയത്. ഇന്നിപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ആ കുട്ടിയുടെ ജീവൻ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ മരണ കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നലെ ഭർത്താവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് ഓഫീസ് സംബന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഓഫീസ് സംബന്ധമായൊരു വിഷയത്തിൻ്റെ പേരിലൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു ജോലി ലഭിച്ചാൽ അത് അനുകൂലം, അല്ലെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ റിസൈൻ ചെയ്യാൻ മറ്റൊരുപാട് മാർഗ്ഗങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നറിയില്ല. എന്തായാലും ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥയാണ് നഷ്ടപ്പെട്ടത്. തീർച്ചയായും 2 കുഞ്ഞു കുട്ടികളുണ്ട് എന്നാണ് അറിയുന്നത്. 4 വയസ്സും 2.5 വയസ്സും പ്രായമുള്ള 2 കുഞ്ഞു കുട്ടികളുണ്ടെന്നും അതിലൊരു കുട്ടി സംസാരിക്കാത്ത കുട്ടിയാണെന്നുമൊക്കെയാണ് ഭർത്താവിൽ നിന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ആ കുടുംബത്തിൻ്റെ ആ ഒരു ദുഃഖത്തിൽ ഇപ്പോൾ പങ്കുചേരുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ പോലീസും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും അവർ വിശദമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. അതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. എനിക്കൊരു പരിചയക്കാരനായ ഉദ്യോഗസ്ഥനുണ്ട്. ഞാൻ ഗേറ്റിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കണ്ടതാണ്. വേണമെങ്കിൽ എനിക്ക് ഇതുവഴി ബൈക്കിൽ പോകാമായിരുന്നു. പക്ഷേ എനിക്ക് പോവേണ്ടത് ശരണ്യയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നായിരുന്നു. ആ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ തണുത്തു മരവിച്ച കഥകളെ അടുത്തറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ഞാനും നടന്നാണ് കയറിയത്. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഈ പറയുന്ന സ്പോട്ടിലെത്താൻ 1 കിലോമീറ്ററോളം, 1 കിലോമീറ്റർ വരില്ല, എത്തുമെന്ന് തോന്നുന്നു. ഞാനിവിടെ എത്തുമ്പോൾ സ്കൂബ ഡൈവിംഗ് അംഗങ്ങൾ രാവിലെ മുതലേ തുടർന്നുള്ള തിരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിവിടെ എത്തുമ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ടാവും. അവിടെ ആ ചെരുപ്പ് എപ്പോഴും കിടപ്പുണ്ട്. RTO ഉദ്യോഗസ്ഥരും മറ്റും മാത്രമാണ് ഇപ്പോൾ മണിമേട എന്ന ആ ഒരു പൊസിഷനിൽ ഉള്ളത്. അവിടെ തൊട്ടു താഴെയാണ് മെയിൻ ഷട്ടറുകൾ വരുന്നത്. ഈ മെയിൻ ഷട്ടറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന സ്പോട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ മുകളിലാണ് ചെരുപ്പിരിക്കുന്നത്. വിശദമായി ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാലോ, ജീവിതമാണ് അമൂല്യമായത്. ജീവിതത്തെ ചേർത്തു പിടിക്കണം, ജീവിതത്തെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ കുടുംബത്തെ ആയിരിക്കും. നമ്മൾ സ്നേഹിക്കുന്നത് ദീർഘകാലം നാം വിശ്വസിച്ച് കൂടെ പോന്ന മറ്റാരെങ്കിലും ആയിരിക്കും. അവരുടെ ഭാഗത്തു നിന്നുള്ള നമ്മോടുള്ള പ്രതികരണവും നമ്മെ വെറുക്കുന്നതും നമ്മെ ഒറ്റപ്പെടുത്തുന്നതും അവഗണിക്കുന്നതും ഒക്കെ കണ്ടാണല്ലോ സാധാരണ മനസ്സ് തളരുന്നത്, വേദനിക്കുന്നത്. എന്നാൽ സ്വയം ഈ സന്യാസിമാരെയൊക്കെ കണ്ടിട്ടില്ലേ കണ്ണടച്ചിരിക്കുന്നത്? അവർ സ്വയം പ്രേമിക്കുകയാണ്. കരുണാമയനായ ഈശ്വര സങ്കല്പത്തെ പുറത്തേക്ക് തേടുന്നവർക്ക്
ആ മനോഹാരിത ഒരിക്കലും അറിയാൻ പറ്റില്ല. ശരിക്കും എൻ്റെ ഗുരു രമണ മഹർഷിയാണ്. നേരിട്ട് കണ്ടിട്ടുള്ള ആളല്ല, ആത്മഗുരു. മനസ്സിൽ രമിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് രമണൻ എന്ന് പേരിട്ടത്. ആ സന്യാസി യോഗിയെപ്പോലെ സ്വന്തം മനസ്സിലേക്ക് രമിക്കാൻ ഓരോരുത്തർക്കും കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള വെറുപ്പോ അമർഷമോ ഒഴിവാക്കലോ ഒന്നും ഇതുപോലെ ഞാൻ പറയും ഇതൊരു ഹീനപ്രവൃത്തിയാണ്. ഇതൊരിക്കലും ചെയ്യരുത്. എത്ര ഭംഗിയുള്ള, എത്ര മധുരതരമായ ജീവിതത്തെയാണ് ഒരു നിമിഷം മറ്റാരുടെയോ പ്രേരണ കൊണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി എന്ന് പറയുന്നത് എന്താ? ഞാൻ കാണിച്ചു തരാം. ഞാൻ ജീവിച്ചിരിക്കണോണ്ടല്ലേ എന്നോടിങ്ങനെ കാണിക്കുന്നത്. ഞാൻ മരിച്ചാലോ? ഞാൻ മരിച്ചാൽ നീ അല്പവും സന്തോഷിക്കില്ല, സുഖിക്കില്ല. കാരണം നിന്നെ പോലീസ് തിരയും. അത് ഈ ആളിന്റെ ഒക്കെ കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ടെന്ന് വരണതല്ലേ. അങ്ങനെ കുളിക്കുമ്പോ ഒക്കെ എടുത്ത് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ശല്യമില്ല. അവരൊക്കെ ഇപ്പൊ പോയാലും സൂക്ഷിച്ചൊക്കെ പോകില്ല. ഇവിടെ കുളിക്കുന്നവരുണ്ട്, അവിടെ ചെറുപ്പിൽ നിന്ന് കുളിക്കുന്നവരുണ്ട്. കുളിക്കും. അത് തന്നെ പറഞ്ഞു, ഇപ്പൊ കുളിക്കുക. കരയെ കയറി വരെയൊന്നുമില്ലല്ലോ. അതൊക്കെ അവര് ശ്രദ്ധിച്ചേ പോകും. അങ്ങനെ ഇപ്പം ഒരു ശല്യവുമില്ല. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ വാങ്ങിക്കാമേ. ചായ കിട്ടും നോക്കിട്ട് വരട്ടെ. ചായ അവിടെ അപ്പുറത്തുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോ അമ്മയുടെ മാങ്ങ വാങ്ങിക്കാം കേട്ടോ. റെഡി ആക്കി വെക്ക്. ഇതിനായിട്ടിപ്പം ഇരിപ്പുണ്ടല്ലോ ഇവിടെ. അപ്പുറത്തിരിക്കണം. അത് ഇവിടെ അവിടെ അമ്പലത്തിന്റെ അടുത്ത് ഇരിപ്പുണ്ട്. വെള്ളമടിയും ദേഹോപദ്രവമാണ്. ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ കൂടുതലും ഇപ്പൊ ഈ മദ്യപാനമുള്ള കുടുംബങ്ങളില് 90% മദ്യപാനമുള്ള കുടുംബങ്ങളിലാണ് ഒരു സമാധാനം ഇല്ലാത്ത നമ്മളെ ഈ ഏരിയയിലായാലും ശരി തന്നെ. നമ്മള് ഇപ്പൊ എവിടെ കാത്താലും കൊലപാതകം, ആത്മഹത്യ, ഇതെല്ലാം മദ്യപാനത്തിൽ. ഞാൻ പോകുന്നിടത്ത് എല്ലാവരുമായി സംസാരിക്കും. വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് കിട്ടാൻ അത് സഹായിക്കും. നേരത്തെ സംസാരിച്ചതിൽ ഒരമ്മ, അവർ മാങ്ങ കച്ചവടം ചെയ്യുകയാണ്. അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് തിരക്കി. ഈ തടാകത്തിൽ ധാരാളം മുതലകളുണ്ടായിരുന്നല്ലോ. മുതലയെന്നോ ചീങ്കണ്ണിയെന്നോ ഒക്കെ വിളിക്കുന്ന, ഒരുപക്ഷെ പടം കണ്ട് സാദൃശ്യം തോന്നുന്നത് ക്രൊക്കഡൈലാണ്. ഈ ക്രൊക്കഡൈൽ ഉള്ള ഈ തടാകത്തിലേക്ക് ഒരാൾ വീണാൽ അത് വലിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോവില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഞാൻ അമ്മയോട് ചോദിച്ചു. അങ്ങനെയൊന്നും ഇപ്പോൾ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. പണ്ടെങ്ങാണ്ടോ ആരുടെയൊക്കെ കയ്യോ കാലോ ഒക്കെ കടിച്ചെടുത്തുകൊണ്ട് പോയെന്നുള്ള വാർത്തകൾ വന്നതാണ്. രണ്ടാമത്, ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ആഹാരമൊന്നുമില്ല. ആ ഭാഗത്തായിട്ട് ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ ചായക്കടകളുമില്ല. എന്തെങ്കിലും വെള്ളം വാങ്ങി കുടിക്കാൻ വേണ്ടി മറുവശത്തോട്ട് നടന്നപ്പോൾ കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു ചേച്ചി എന്നോടൊപ്പം നടന്നു വന്നു. കഴുത്തുവരെ മൂടിപ്പൊതച്ച നിലയിൽ. അന്ന് ഭർത്താവിൻ്റെ നിരന്തര പീഡനവും അതുപോലെ എന്നുമുള്ള മദ്യപാനവും കൊണ്ട് ചെയ്തു പോയതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 9 വർഷവും ആ ചേച്ചി ജീവിക്കുകയാണ്, മരിക്കാതെ. ഈ തീ പടർന്നു പിടിച്ചതിൻ്റെ ആയിട്ടുള്ള ഇവിടെ നോക്കൂ, ഈ സ്പിൽവേ ഉൾപ്പെടെ അടച്ചിരിക്കുന്നത് കണ്ടോ? വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷട്ടറുകൾ പൂർണ്ണമായി, മെയിൻ ഷട്ടറുകൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ് വെള്ളമില്ലാത്തതുകൊണ്ട്. സ്പിൽവേ ഷട്ടറുകൾ അടച്ചത് ഈ ശരണ്യയുടെ ഭൗതിക ശരീരം അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സ്പിൽവേ ഷട്ടറിൻ്റെ ഹോളിൻ്റെ അകത്തേക്ക് ഞെരുങ്ങി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു. നമ്മളിപ്പോൾ ഞാൻ നിന്ന ആ പൊസിഷനിൽ നിന്ന്, ഞാൻ വാർത്താക്കാർ നിൽക്കുന്ന പൊസിഷനിലായിരിക്കില്ല മിക്കപ്പോഴും ഉണ്ടാവുക, മറ്റൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഞാൻ നടന്നു തന്നെ മറുവശത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഏകദേശം 2 മണിക്ക് ഈ സ്കൂബ ഡൈവിംഗ് അംഗങ്ങൾ ശരണയുടെ ഡെഡ് ബോഡി ഡാമിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. വിശന്ന് തളർന്ന് വെയിലത്ത് ഒറ്റയ്ക്ക് നടക്കുന്ന ഞാനും ജീവിതത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ജീവിതത്തെ സ്നേഹിക്കാൻ ഞാൻ എന്നോ പഠിച്ചു പോയത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ, ഈ സ്ഥലത്ത് പലപ്പോഴും ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കുഞ്ഞു സ്വർഗമാണ് ഈ നാട്. ഈ കാണുന്നതാണ് ശരണ്യയുടെ സഹോദരി എന്ന് തോന്നുന്നു. ആരോ പറയുന്നത് കേട്ടു. ആളിനെ തിരിച്ചറിയാൻ വേണ്ടി വന്നിട്ട് സങ്കടത്തോടെ പോകുന്നതാണ്. അപ്പോൾ അതാവാൻ ചാൻസ് ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോ ജോലിയുള്ള ഒരു പെങ്ങൾ ശരണ്യയ്ക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടു.
പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നതെന്നറിയോ? ഭർത്താവ് പറഞ്ഞ പോലല്ലത്രേ. ഭർത്താവിൻ്റെ നിരന്തര പീഡനം ശരണ്യയ്ക്കുണ്ടായിരുന്നുവെന്ന്. അതേതോ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കൊടുത്തതൊക്കെയാണ്. ഞാൻ എൻ്റെ റീലിൽ ഒരു AI ചെയ്തിട്ടിട്ട് ഞാൻ പറയുകയുണ്ടായി, പരിഹാരം തേടുന്നവർക്ക് പരിഹാരം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ഒരു കൗൺസിലിംഗ് നടക്കുന്നു, തുടർന്ന് അവരുടെ ജീവിതത്തെ ഫോളോ അപ്പ് ചെയ്യണം. അവർക്ക് താങ്ങും തണലായി കൂടെ ഉണ്ടാവണം. ഒരു പോലീസിലേക്കൊരു പെൺകുട്ടി ഭർത്താവിനെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആ പരാതിയും കേട്ടിട്ട് പിന്നെയും സ്നേഹിച്ച് കെട്ടിപ്പിടിക്കുമോ? അതോ എനിക്കെതിരെ പരാതി കൊടുത്തവളാണ് നീ എന്ന രീതിയിൽ പെരുമാറുമോ? അറിയില്ല.